രാത്രി 1 മണിക്ക് വാതിൽ വന്ന് മുട്ടിയാൽ ആരെങ്കിലും തുറക്കുവോ? ഒറ്റൊന്നിനും മരക്ക് ഒരു ബർത്ത്ഡേ സർപ്രൈസ് പോലും തരാൻ അറിയില്ല. വാതിൽ മുട്ടുന്ന ഒച്ച കേട്ടുകൊണ്ട് നെട്ടണിച്ച് ഞാൻ ബർത്ത്ഡേ ദിവസം തന്നെ മുട്ടൽ കേട്ടപ്പോ സംഗതി പിടുത്തം കിട്ടി. പിന്നെ ഒന്നും നോക്കില്ല, ഞാനും ക്യാമറ ഓണാക്കി. ഡോർ തുറക്കാത്തോണ്ട് കോൾ ചെയ്യുന്നു. എന്നിട്ട് ഒടുക്കത്തെ അവന് ഞാനും അറിയാത്ത പോലെ നിന്നു. ഇവിടെ കോഴിക്കോണ്ടാ? ഞാനും ബാപ്പും കൂടെ ഉണ്ടായിരുന്നു. എന്റെ അവിടെ നിക്കാൻ പറ്റുമോ? എന്താ പ്രശ്നം? ഒന്ന് പുറത്തേക്ക് വരുമോ? ക്യാമറ ഓണാക്കി ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ ഡോറാണ് തുറന്നു കൊടുത്തു. നിങ്ങൾ വീഡിയോ എടുക്കൽ ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഞാൻ അങ്ങോട്ട് മാറിക്ക്. ഇനി ഞാൻ സെറ്റ് ചെയ്ത ക്യാമറ കാണിച്ചു തരാറുണ്ട്. അത് കണ്ടപ്പോ മനസ്സിലായി സർപ്രൈസ് മൂഞ്ചിന്നുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് കേക്കിന്റെ മേലെ ഓറഞ്ച് കട്ടിങ് ആണ്. ഉള്ള ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ട് ഇത് ബർത്ത്ഡേ ആണോ ദീപാവലി എന്നുള്ള ഡൗട്ടായി എനിക്ക്. ഞാൻ PG-ക്കാണ് താഴത്തിന്റെ വീട്ടുകാരുണ്ട് ഒച്ച ഉണ്ടാക്കി മണ്ടൻ വിളിച്ചു. എന്തായാലും ഓറഞ്ച് കട്ട് ചെയ്ത് തൊളിച്ച് എല്ലാവർക്കും ഓരോ പീസ് വെച്ചാണ് കൊടുത്തു. നമുക്കൊരു ഉമ്രക്ക് അതിന്റെ ശേഷം കുറച്ച് ഡേറ്റ്സും മുട്ടായിക്ക് തന്നിരുന്നു. അതൊക്കെ തന്നതിന്റെ ശേഷം വേഗം വീട്ടിൽ കൊള്ളിയായിരുന്നു. പക്ഷെ ഓരോ ഉദ്ദേശം അതൊന്നുമല്ല. എത്ര ഫുഡ് കഴിച്ചാലും വയറ് നിറയത്ത് കുറച്ച് തെണ്ടികൾ എന്റെ ഒപ്പം അവർക്ക് ഫുഡ് കിട്ടുന്ന ഒരേ നിർബന്ധം. ഇതൊക്കെ എനിക്ക് ഓരുണ്ടാക്കി തന്ന പണികൾ അതൊന്നും ഓരറിയണ്ട. പ്രശസ്ത ബ്ലോഗർ തന്നെ പട്ടിനാണെന്നുള്ള ഈ പൊട്ടന്മാർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ. ലാസ്റ്റ് എന്ത് ചെയ്തു? കോഴിക്കോട് ബീച്ചിന്റെ അവിടെ ചിക്കൻ കയറിക്കാണ്ട് ബ്രോസ്റ്റാണ് മേടിച്ചെടുത്തു. അനിയെ തിന്നിട്ട് കണ്ടപ്പോ ഞാൻ പറഞ്ഞേ തിന്നോ 11-ാം തീയതി എന്റെ ബർത്ത്ഡേ അല്ല ഇതിന്റെ ഇരട്ടി ഞാൻ തിന്നു തീർക്കുന്നു. എന്തായാലും മരം നിറച്ച് തിന്നാനും കൊടുത്തു. അക്കൗണ്ട് കാലിയൊക്കെ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ലൈക്ക് അടിച്ചിരുന്നു. അടുത്ത വീഡിയോ കണ്ട് തട്ടിക്കൊള്ളി.